പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ കുറിച്ച് പഠിക്കുന്ന ഓൺലൈൻ വീഡിയോ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞാൽ റൗട്ടറിനെ നമ്മൾ പഠിച്ചു അല്ലെ. റൗട്ടർ എന്താ ചെയ്യുന്നത്? രണ്ട് ഡിഫറെന്റ് നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് റൗട്ടറിനെ എങ്ങനെ നമുക്ക് രണ്ട് നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ റൗട്ടർ നമുക്ക് കോൺഫിഗർ ചെയ്യാം എന്നുള്ളത് പാക്കറ്റ് ട്രേസറിന്റെ സഹായത്തോടു കൂടി നമ്മൾ സിമുലേറ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റൗട്ടറിന്റെ പ്രവർത്തനങ്ങളും നമുക്ക് പാക്കറ്റ് ട്രേസറിലൂടെ സിമുലേറ്റ് ചെയ്ത് കാണാം. അപ്പൊ നമുക്ക് അറിയാം, റൗട്ടർ എന്തിനാ ഉപയോഗിക്കുന്നത്? രണ്ട് ഡിഫറെന്റ് നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് റൗട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോ നമ്മളെ ഒരു ഉദാഹരണം എടുക്കാം. നമ്മൾ സ്കൂളാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഓട്ടോമൊബൈലിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളിൽ നമ്മുടെ കുറെ കമ്പ്യൂട്ടറുകളും ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് കമ്പ്യൂട്ടർ സയൻസിന് ഒരു നെറ്റ്വർക്ക്, ഓട്ടോമൊബൈലിന് ഒരു നെറ്റ്വർക്ക്, അങ്ങനെ രണ്ട് ഡിഫറെന്റ് നെറ്റ്വർക്ക് ആയിട്ടാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നതെന്നും കൂടെ നിങ്ങൾ കരുതുക. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ എന്താ കാണാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള രണ്ട് സെപ്പറേറ്റ് നെറ്റ്വർക്കുകളെ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ വേണ്ടി പോകുന്നത്. അത് നമ്മൾ പാക്കറ്റ് ട്രേസർ യൂസ് ചെയ്തിട്ട് ഈ കണക്ഷൻ നമുക്ക് കാണാം. അപ്പോൾ റൗട്ടർ ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട നെറ്റ്വർക്കിംഗ് ഡിവൈസ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ് റൗട്ടർ. അപ്പൊ റൗട്ടറിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൗട്ടറിന് മൾട്ടിപ്പിൾ ഇന്റർഫേസസ് ഉണ്ടാകും. എങ്ങനെയാ മൾട്ടിപ്പിൾ ഇന്റർഫേസസ് എന്ന് പറയുന്നത്? എന്താ? നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇത്രയും മനസ്സിലാക്കുക. മൾട്ടിപ്പിൾ ലാൻ കാർഡ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ NIC കാർഡ് നമുക്ക് നമ്മുടെ റൗട്ടറിന് ഉണ്ടാകും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ മൾട്ടിപ്പിൾ NIC കാർഡുകൾ ഉണ്ടാകുന്നത് കൊണ്ടുള്ള എന്താ പ്രത്യേകത? എന്താണ് അതിന് കൊണ്ടുള്ള ഗുണങ്ങള്? നിങ്ങൾക്കറിയാം, ഓരോ NIC കാർഡിനും നമുക്ക് ഓരോ മാക് അഡ്രസ് ഉണ്ടാവും അല്ലെ. ഒരു യുണീക്ക് മാക് അഡ്രസ് ഉണ്ടാവും നിങ്ങൾക്കറിയാം അല്ലെ. അത് കൂടാതെ കണ്ട് നമുക്ക് ഈ ഓരോ NIC കാർഡിന് കറസ്പോണ്ടിങ് ആയിട്ട് IP അഡ്രസ്സും സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. IP അഡ്രസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ നമ്മൾ റൗട്ടറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കണ്ടു, റൗട്ടർ ഒരു നെറ്റ്വർക്ക് ലെയറിൽ പ്രവർത്തിക്കുന്ന ഡിവൈസ് ആണ്, അഥവാ ലെയർ 3 നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ് റൗട്ടർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? റൗട്ടറിനെ IP അഡ്രസ്സിനെ വായിക്കാനും അതുപോലെ തന്നെ IP അഡ്രസ് മനസ്സിലാക്കിക്കൊണ്ട് ഏത് നെറ്റ്വർക്ക് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനും ആ കറസ്പോണ്ടിങ് നെറ്റ്വർക്കിലേക്ക് പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ റൗട്ടർ. അപ്പോ അതാണ് റൗട്ടറിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പൊ റൗട്ടറിന്റെ മൾട്ടിപ്പിൾ ഇന്റർഫേസസ് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ഇന്റർഫേസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ നെറ്റ്വർക്കിനെ റൗട്ടറിന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് നമ്മുടെ സ്കൂളിൽ രണ്ട് നെറ്റ്വർക്കാണ് ഉള്ളതെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന് ഡിപ്പാർട്ട്മെന്റ് ഒരു നെറ്റ്വർക്ക് ഉണ്ട്, അതുപോലെ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റ് ഒരു നെറ്റ്വർക്ക് ഉണ്ട് എങ്കിൽ ഈ ഓരോ നെറ്റ്വർക്കിനെയും ഈ നെറ്റ്വർക്കുകളെ ഒരു റൗട്ടറിന്റെ സഹായത്തോടെ നമുക്ക് പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന അർത്ഥം. അതായത് റൗട്ടറിന്റെ ഒരു ഇന്റർഫേസിലേക്ക് കമ്പ്യൂട്ടർ സയൻസ് നെറ്റ്വർക്കിൽ നിന്ന് കണക്ട് ചെയ്യും, അതുപോലെ തന്നെ അടുത്ത ഇന്റർഫേസിലേക്ക് ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റിലെ നെറ്റ്വർക്കിൽ നിന്ന് കണക്ട് ചെയ്യും. അങ്ങനെ ഈ രണ്ട് നെറ്റ്വർക്കുകളെയും തമ്മിൽ നമുക്ക് റൗട്ടർ ഉപയോഗിച്ച് പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന അർത്ഥം. അപ്പൊ നമുക്ക് കാണാം അപ്പൊ എങ്ങനെയാ റൗട്ടർ പ്രവർത്തിക്കുന്നതെന്നും മറ്റും നമുക്ക് പാക്കറ്റ് ട്രേസറിൽ നമുക്ക് സിമുലേറ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്നാ പിന്നെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ പാക്കറ്റ് ട്രേസർ ഉള്ളത്. അപ്പോൾ പാക്കറ്റ് ട്രേസർ ഡബിൾ ക്ലിക്ക് ചെയ്യുക, പാക്കറ്റ് ട്രേസർ ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് IP അഡ്രസ്സിനെ കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ കുറേ കൂടെ എളുപ്പമുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് റൗട്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, റൗട്ടർ എന്താണ്, റൗട്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതുപോലെ റൗട്ടിങ്ങിനെ പറ്റി നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കുറേ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് പതിവ് പോലെ അതുപോലെ തന്നെ പാക്കറ്റ് ട്രേസർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക, പാക്കറ്റ് ട്രേസർ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണം. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളെല്ലാം മുമ്പ് ചെയ്തതുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പതിവ് പോലെ പാക്കറ്റ് ട്രേസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാം, എൻവയോൺമെന്റ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഇത് നമ്മുടെ നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ്, എൻഡ് ഡിവൈസ് ഉണ്ട്, അങ്ങനെ അതുപോലെ കണക്ട് ചെയ്യാനുള്ള കണക്റ്റിംഗ് വയേഴ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ആദ്യം നമ്മൾ എൻഡ് ഡിവൈസ് ചൂസ് ചെയ്യണം. നമ്മൾ ആദ്യത്തെ ലക്ഷ്യം എന്താ ഇവിടെ? ആദ്യം നമുക്ക് രണ്ട് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം അല്ലെ, രണ്ട് ഇൻഡിപെൻഡന്റ് നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരു നെറ്റ്വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റ് ഒരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ആദ്യം കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ നെറ്റ്വർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം.
അപ്പൊ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് എൻഡ് ഡിവൈസ് വേണം, നെറ്റ്വർക്കിംഗ് ഡിവൈസ് വേണം, അതുപോലെ കണക്ടിങ് വയേഴ്സ് അല്ലെ. വയേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ആ കണക്ടിങ് വയേഴ്സ് നമുക്ക് UTP കേബിൾസ് നമുക്ക് വേണം അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ടായി നമുക്ക് ഒരു നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാം, ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ലാൻ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റിന്റെ നെറ്റ്വർക്ക് ഇതുപോലെ തന്നെ നമുക്ക് എൻഡ് ഡിവൈസ് വേണം, നെറ്റ്വർക്കിംഗ് ഡിവൈസ് വേണം, അതുപോലെ കണക്ടിങ് വയേഴ്സ് വേണം. അത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റിന് നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാം. അതിനുശേഷം ഈ രണ്ട് നെറ്റ്വർക്കുകളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ നമുക്ക് റൗട്ടർ വേണം. ഈ റൗട്ടറിനെ തമ്മിൽ, ഈ നെറ്റ്വർക്കുകളെ തമ്മിൽ നമുക്ക് റൗട്ടറുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന് അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റിന് നെറ്റ്വർക്കുകളെ, ഇൻഡിപെൻഡന്റ് നെറ്റ്വർക്കുകളെ, ലാൻ നെറ്റ്വർക്കുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൽ നമ്മൾ എൻഡ് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നത് സാധാരണ PC, നമ്മുടെ കമ്പ്യൂട്ടർ ലാബിലുള്ള അല്ലെങ്കിൽ വീട്ടിലുള്ള PC ആണ്. നമ്മുടെ ഡെസ്ക്ടോപ്പ് PC ആണ് നമ്മുടെ ഇവിടെ എൻഡ് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആയിട്ട് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലേ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാൻ നമ്മളെ നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഏതാണ് ഉപയോഗിക്കുക? ഒന്നൊക്കെ നമുക്ക് ഹബ്ബ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾ പല നെറ്റ്വർക്കിംഗ് ഡിവൈസിനും പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്വിച്ച് ആണ്. സ്വിച്ച് എന്ന് പറഞ്ഞ ഡിവൈസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്വിച്ച് യൂസ് ചെയ്ത് എൻഡ് ഡിവൈസിനെ നമുക്ക് കണക്ട് ചെയ്യാം, UTP കേബിൾസ് വെച്ച് കണക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ആദ്യം രണ്ട് ഇൻഡിപെൻഡന്റ് നെറ്റ്വർക്കുകൾ സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? എൻഡ് ഡിവൈസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ എൻഡ് ഡിവൈസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ജനറൽ PCs സെലക്ട് ചെയ്യാം. ആദ്യം ഞാൻ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ നെറ്റ്വർക്കാണ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ ഞാൻ 3 PCs ആണ് യൂസ് ചെയ്യുന്നത്. ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് വെറും 3 PC യൂസ് ചെയ്തിട്ട് നെറ്റ്വർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ആദ്യം. ഓക്കെ, പിന്നെ ഇനി അടുത്തത് എന്താണ് ചൂസ് ചെയ്യേണ്ടത്? നമുക്ക് നെറ്റ്വർക്കിംഗ് ഡിവൈസ് ചൂസ് ചെയ്യണം. നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഏതാ ഉപയോഗിക്കുക? സ്വിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. ലാൻ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാൻ നമ്മൾ പണ്ട് നേരത്തെ മുൻ വീഡിയോകളിൽ കണ്ടതുപോലെ നമുക്ക് സ്വിച്ച് യൂസ് ചെയ്തിട്ട് ഈ നെറ്റ്വർക്കുകൾ തമ്മിൽ, ഈ സിസ്റ്റംസിനെ, എൻഡ് ഡിവൈസിനെ തമ്മിൽ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യാൻ എന്താ യൂസ് ചെയ്യുക? കണക്ടേഴ്സ് യൂസ് ചെയ്യണം അല്ലെ, കണക്ഷൻസ്. അപ്പോൾ കണക്ഷൻസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കോപ്പർ സ്ട്രെയിറ്റ് ത്രൂ കേബിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഡിഫറെന്റ് ഡിവൈസ് ആണെങ്കിൽ ഡിഫറെന്റ് ഡിവൈസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ നമ്മൾ കോപ്പർ സ്ട്രെയിറ്റ് ത്രൂ കേബിൾ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് PC ആണ്, അതുപോലെ തന്നെ ഒന്ന് സ്വിച്ച് ആണ്. ഇവയെ തമ്മിൽ കണക്ട് ചെയ്യാൻ നമ്മൾ കോപ്പർ സ്ട്രെയിറ്റ് ത്രൂ കേബിൾ ഉപയോഗിക്കുക. അതിൽ നമ്മൾ ആദ്യം PCയുടെ ഈതർനെറ്റ് പോർട്ടിൽ, ഫാസ്റ്റ് ഈതർനെറ്റ് പോർട്ടിൽ അഥവാ നമ്മുടെ ലാൻ പോർട്ടിൽ ഒരു കണക്ഷൻ കൊടുക്കും. അതുപോലെ സ്വിച്ചിന്റെയും ഒരുപാട് 24 പോർട്ട് സ്വിച്ചാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഇഷ്ടമുള്ള പോർട്ടിലേക്ക് നമുക്ക് കണക്ഷൻ കൊടുക്കാം. അത് നമ്മൾ സ്വിച്ച് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് മുമ്പ് നമുക്കൊന്ന് കാണാം, എത്ര പോർട്ട് ഉണ്ടെന്നും മറ്റും നമുക്കൊന്ന് കാണാം. അപ്പൊ ഇവിടെ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സൂം ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സ്വിച്ചിന് 24 പോർട്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ഇതാണ് സ്വിച്ചിന്റെ പോർട്ടുകൾ അല്ലെ, സ്വിച്ചിന്റെ പോർട്ടുകളാണ് ഇത്. ഇവ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് സ്വിച്ച്. അപ്പൊ ഈ 24 പോർട്ടിൽ ഏതെങ്കിലും ഒരു പോർട്ടിലേക്ക് നമ്മൾ സിസ്റ്റത്തിനെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത PCയും നമുക്ക് സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമുക്ക് അടുത്ത പതിവ് പോലെ നമ്മളെ അടുത്ത PCയിൽ നിന്നും നമുക്ക് ഒരു സ്ട്രെയിറ്റ് ത്രൂ കേബിള് സ്വിച്ചിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. സ്ട്രെയിറ്റ് ത്രൂ കേബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ PCന്റെ ലാൻ പോർട്ടിൽ കണക്ട് ചെയ്യുന്നു. അതുപോലെ സ്വിച്ചിന്റെ ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ഈതർനെറ്റ് പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കണക്ഷൻ ഇവിടെ നിങ്ങൾ നോക്കുക, LED കാണുന്നുണ്ടല്ലോ അല്ലെ. LED ഫുള്ള് ഗ്രീനിൽ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ആ കണക്ഷൻ നമുക്ക് ഫുള്ളായിട്ട് അപ്പായി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ഒരു LED സ്റ്റിൽ ഓറഞ്ച് ആണ്. അപ്പോൾ അത് നമുക്ക് അത് ഗ്രീൻ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അതിനുശേഷം എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഓരോ PCസിനും നമുക്ക് IP അഡ്രസ്സ് സെറ്റ് ചെയ്യണം അല്ലെ. നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാൻ നമ്മൾ ലാൻ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യേണ്ട അടുത്ത ഘട്ടം അങ്ങനെയല്ലേ. നമ്മൾ എൻഡ് ഡിവൈസ് സെലക്ട് ചെയ്തു, അതുപോലെ നെറ്റ്വർക്കിംഗ് ഡിവൈസ് സെലക്ട് ചെയ്തു, ആ നെറ്റ്വർക്കിംഗ് ഡിവൈസും എൻഡ് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തു. കണക്ടിങ് വയേഴ്സ് വെച്ചിട്ട് അല്ലെ, കണക്ടേഴ്സ് വെച്ച് നമ്മൾ കണക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം?
ഓരോ എൻഡ് ഡിവൈസിനും നമ്മൾ IP അഡ്രസ്സ് സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇത് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ലാബാണ്. അതുകൊണ്ട് നമുക്കൊരു ക്ലാസ് B ക്ലാസ് IP അഡ്രസ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള IP അഡ്രസ്സ് സെറ്റ് ചെയ്യാം. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് B IP അഡ്രസ്സ് എത്രയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അതുപോലെ ക്ലാസ് A IP അഡ്രസ്സ് എത്രയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അതുപോലെ ക്ലാസ് C IP അഡ്രസ്സ് എത്രയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ആ കാര്യങ്ങൾ IP അഡ്രസ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിന്റെ എണ്ണത്തിനനുസരിച്ചായിരിക്കണം നമ്മളെ IP അഡ്രസ്സ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളെ ലാബിൽ താരതമ്യേന കുറച്ചേ സിസ്റ്റം ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരു 10-30 ഒക്കെ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ക്ലാസ് C ക്ലാസ് IP അഡ്രസ് ആണ് യൂസ് ചെയ്യുക നോർമലി. പക്ഷെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഡിഫറെന്റ് നെറ്റ്വർക്ക് എന്നുള്ള കൺസെപ്റ്റ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലാസ് B ക്ലാസ് IP അഡ്രസ് ഈ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് നെറ്റ്വർക്കിലെ ഓരോ സിസ്റ്റത്തിനും സെറ്റ് ചെയ്യുന്നു. നോർമലി നമ്മൾ ക്ലാസ് C ക്ലാസ് IP അഡ്രസ് ആണ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡിഫറെന്റ് നെറ്റ്വർക്ക് ആകുമ്പോൾ C ക്ലാസ് IP അഡ്രസ്സിന്റെ നെറ്റ്വർക്ക് ID പാർട്ട് ചേഞ്ച് വരുത്തിക്കൊണ്ട് നമുക്ക് ഡിഫറെന്റ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ വ്യക്തത ഉണ്ടാകാൻ വേണ്ടിയിട്ട്, വ്യത്യസ്ത നെറ്റ്വർക്ക് ആണെന്ന് നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു വ്യക്തത ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ നെറ്റ്വർക്കിന് ക്ലാസ് B IP അഡ്രസ് കൊടുക്കുന്നു. അതുപോലെ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റിന്റെ നെറ്റ്വർക്കിന് ക്ലാസ് C IP അഡ്രസ് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ പാക്കറ്റ് ട്രേസറിൽ എങ്ങനെ IP അഡ്രസ് സെറ്റ് ചെയ്യുക? നിങ്ങൾ പാക്കറ്റ് ട്രേസ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഓരോ PC അവിടെയുള്ള എൻഡ് ഡിവൈസ് PCക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ളൊരു ഡയലോഗ് കിട്ടും. അതിൽ നമുക്ക് കുറെ ടാബ്സ് കാണാം അല്ലെ. ഫിസിക്കൽ കോൺഫിഗ്, ഡെസ്ക്ടോപ്പ്, പ്രോഗ്രാമിംഗ് അട്രിബ്യൂട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നമ്മൾ ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പിൽ നമുക്ക് നെറ്റ്വർക്കിനെ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് നമ്മളെ ഈ വെർച്വൽ സിസ്റ്റം ആണ്, നമ്മുടെ ഒറിജിനൽ സിസ്റ്റം അല്ല. നമ്മുടെ പാക്കറ്റ് ട്രേസറിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള PC2, ആ PC2ന്റെ പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അതിൽ നമുക്ക് IP കോൺഫിഗർ ചെയ്യാനുള്ള ആ ആപ്ലിക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് ശരിക്കും നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെയാ സെറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. എങ്ങനെയാണ് നമ്മളെ നമ്മളെ നെറ്റ്വർക്ക് പ്ലേസസ് പോയി നമ്മളെ പർട്ടിക്കുലർ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്തൊക്കെ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അറിയില്ലെങ്കിൽ നമുക്ക് അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ നമുക്ക് കാണാതെ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് IP അഡ്രസ് സെറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ സ്റ്റാറ്റിക് മാനുവൽ ആയിട്ടാണ് IP അഡ്രസ് സെറ്റ് ചെയ്യുന്നത്. DHCP ഉണ്ട്, ഡൈനാമിക് ആയിട്ട് IP അഡ്രസ് സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ DHCP നോർമലി നമ്മള് വലിയ ഒരുപാട് സിസ്റ്റം ഉള്ള ഓർഗനൈസേഷനിലൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് IP അഡ്രസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DHCP എന്നുള്ള ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഡൈനാമിക് ഹോസ്റ്റ് കൺട്രോൾ പ്രോട്ടോകോൾ ആണ്. അപ്പൊ അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പൊ നമുക്ക് തൽക്കാലം മാനുവൽ ആയിട്ട് IP അഡ്രസ് സെറ്റ് ചെയ്യാം. അതിന് നമുക്ക് സ്റ്റാറ്റിക് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് IP അഡ്രസ് കൊടുക്കാം. A ക്ലാസ് IP അഡ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതൽ, ആദ്യത്തെ ബൈറ്റ് 0 മുതൽ 127 വരെ വാരി ചെയ്യും അല്ലെ. അതിനു മുമ്പേ ഒരു IP അഡ്രസ്സിന് എത്ര നമ്പേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എത്ര ബൈറ്റ് ആണ് ഒരു IP അഡ്രസ് എന്ന് പറയുന്നത്? ഒരു IP അഡ്രസ് എന്ന് പറയുന്നത് 4 ബൈറ്റ് ആണ് അല്ലെ, അഥവാ 32 ബിറ്റുകളാണ്. ബൈനറി റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു IP അഡ്രസ്സിന് നമുക്ക് 32 ബിറ്റുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അത്രയും വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു നമ്പർ ബൈനറിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കാരണം നമ്മൾ 8 ബിറ്റ് വീതമുള്ള ഗ്രൂപ്പുകളാക്കി, അഥവാ ബൈറ്റ് 8 ബിറ്റ് പറഞ്ഞാൽ ഒരു ബൈറ്റ് ആണ് അല്ലെ. അപ്പോ 4 ബൈറ്റ് അല്ലെ. അപ്പൊ 4 ബൈറ്റ് വീതമുള്ള ഗ്രൂപ്പുകളാക്കി അതിന് ഓരോ ബൈറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെസിമൽ നമ്പർ നമ്മൾ എഴുതുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഡെസിമൽ നമ്പർ കൊണ്ടാണ് നമ്മൾ എളുപ്പത്തിൽ IP അഡ്രസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബൈറ്റിനും കറസ്പോണ്ടിങ് ഓരോ ഡെസിമൽ നമ്പർ. ഈ ഓരോ ഡെസിമൽ നമ്പറും 0 മുതൽ 255 വരെ വാരി ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. കൂടുതൽ നിങ്ങൾ IP അഡ്രസ്സിന്റെ ക്ലാസ് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ IP അഡ്രസ്സിന്റെ ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഓരോ 8 ബിറ്റും അല്ലെങ്കിൽ ഓരോ ബൈറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെസിമൽ നമ്പർ ഉണ്ടാകും അല്ലെ. അപ്പൊ നമ്മൾ എഴുതുന്ന ഡെസിമൽ നമ്പർ, ഇവിടെ ഞാൻ കൊടുക്കുന്ന ഡെസിമൽ നമ്പർ 172 ഡോട്ട് ഒന്നാമത്തെ ഡെസിമൽ നമ്പർ, പിന്നെ 16 ഡോട്ട് 15 ഡോട്ട് 10 കൊടുക്കുന്നു. PC2ന്റെ IP അഡ്രസ് ആണ്. ഓക്കെ, 172.16.15.10. ഇത് ക്ലാസ് B IP അഡ്രസ് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 ബൈറ്റ്
അഥവാ ആദ്യത്തെ 2 ഡെസിമൽ നമ്പർ നെറ്റ്വർക്കിനെ കുറിക്കുന്നു. ഏത് നെറ്റ്വർക്ക് ആണെന്നുള്ളത്. അതുപോലെ തന്നെ പിന്നെ തുടർന്ന് വരുന്ന 2 ബൈറ്റ് ഹോസ്റ്റിനെ കുറിക്കുന്നു. ഏത് ആ നെറ്റ്വർക്കിലെ എത്രാമത്തെ ഹോസ്റ്റ് എന്നുള്ളതിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നോർമലി ഒരേ നെറ്റ്വർക്കിലെ സിസ്റ്റം ആകുമ്പോൾ അതിന്റെ നെറ്റ്വർക്ക് പാർട്ട് നോർമലി നമ്മൾ സെയിം ആയിട്ട് കൊടുക്കും. നെറ്റ്വർക്ക് പാർട്ട് ഇതിലെ നെറ്റ്വർക്ക് പാർട്ട് ഏതാ 172.16 എന്നുള്ളതാണ്. അതിൽ നമ്മുടെ ഹോസ്റ്റ് ഐ ഡി പാർട്ട് മാത്രമേ നമ്മുടെ സിസ്റ്റത്തിന്റെ എണ്ണത്തിനനുസരിച്ചിട്ട് വേരിയേഷൻ വരും. ഇതിൽ തന്നെ നമ്മൾ 3 സിസ്റ്റം മാത്രമേ ഉള്ളത് കൊണ്ട് നമുക്ക് ലാസ്റ്റ് ബൈറ്റ് അഥവാ ലാസ്റ്റത്തെ ഡെസിമൽ നമ്പർ മാത്രമേ നമുക്ക് മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്ലാസ് ബി ക്ലാസ് ഐ പി അഡ്രസ്സിന് ആദ്യത്തെ 2 ബൈറ്റ് അഥവാ ആദ്യത്തെ 2 ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. പിന്നെ തുടർന്ന് വരുന്ന 2 ഡെസിമൽ നമ്പർ അഥവാ 2 ബൈറ്റ് എന്ന് പറയുന്നത് ഹോസ്റ്റിനെ കുറിക്കുന്നതാണ് അല്ലെ. അപ്പൊ അത് നമുക്ക് കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നെറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത്. നെറ്റ് മാസ്ക് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇതിൽ എത്ര ബിറ്റ് അല്ലെങ്കിൽ എത്ര ബൈറ്റ് നെറ്റ്വർക്കിനെ കുറിക്കുന്നു, എത്ര ബൈറ്റ് ഹോസ്റ്റിനെ കുറിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പറാണ് നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് 255 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എല്ലാ ബിറ്റുകളും 1 ആയ നമ്പർ അഥവാ 8 ബിറ്റ് ആണ്. നമ്മൾ പറഞ്ഞു 32 ബിറ്റുള്ള ഐ പി അഡ്രസ്സിന് 8 ബിറ്റ് വീതമുള്ള ഗ്രൂപ്പുകളാക്കി, അല്ലെങ്കിൽ ഓരോ ബൈറ്റ് വീതമുള്ള ഗ്രൂപ്പുകളാക്കി എന്ന് പറഞ്ഞു അല്ലെ. ഇതിൽ ഓരോ ബൈറ്റിലെയും ബിറ്റുകൾ 1 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പറിന്റെ റെപ്രസെന്റേഷൻ 255 ആണ്. അപ്പൊ അങ്ങനെ ആദ്യത്തെ 2 ബൈറ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് ബി ക്ലാസ് ഐ പി അഡ്രസ്സിൽ ആദ്യത്തെ 2 ബൈറ്റുകളാണ് നെറ്റ്വർക്കിനെ കുറിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ബൈറ്റുകളെ മൊത്തം 1 ആയിട്ട് സെറ്റ് ചെയ്താൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെറ്റ് മാസ്ക് കിട്ടും. തുടർന്ന് വരുന്ന 2 ബൈറ്റുകളാണ് ഹോസ്റ്റിനെ കുറിക്കുന്നത്. അപ്പൊ നമ്മൾ ആ 2 ബൈറ്റുകളെയും നമ്മൾ 0 കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ നമ്മൾ നെറ്റ് മാസ്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ പി അഡ്രസ് നെറ്റ് മാസ്കും കൂടി ഒന്നിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ഐ പി അഡ്രസ്സിൽ എത്ര ബൈറ്റുകൾ നെറ്റ്വർക്കിനെ കുറിക്കുന്നു, എത്ര ബൈറ്റ് ഹോസ്റ്റിനെ കുറിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ ക്ലാസ് ബി ക്ലാസ് ഐ പി അഡ്രസ്സിൽ ആദ്യത്തെ 2 ബൈറ്റ് അതായത് MSB മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള 2 ബൈറ്റുകൾ നമ്മൾ നെറ്റ്വർക്കിനെ കുറിക്കുന്നു. പിന്നെ തുടർന്ന് വരുന്ന 2 ബൈറ്റുകൾ ഹോസ്റ്റിനെ കുറിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ നെറ്റ് മാസ്ക് ആദ്യത്തെ 2 ബൈറ്റ് 255 എന്നുള്ള രീതിയിൽ ഡെസിമലിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. തുടർന്ന് വരുന്ന 2 ബൈറ്റുകളെ 0 ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നെറ്റ് മാസ്ക്. പിന്നെ ഇനിയുള്ള ഡീഫോൾട്ട് ഗേറ്റ് വേ ആണ് അല്ലെ. അപ്പൊ നമ്മളത് 2 നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്യുമ്പോൾ ഉള്ള നമ്മൾ റൗട്ടർ യൂസ് ചെയ്യുമ്പോൾ ആ റൗട്ടറിന്റെ ഇന്റർഫേസിന്റെ ഐ പി അഡ്രസ് ആണ് ഇവിടെ ഡീഫോൾട്ട് ഗേറ്റ് വേ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ റൗട്ടർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് റൗട്ടറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അവിടെ നമുക്ക് ആ നമ്പർ കൊടുക്കാം. ഇപ്പൊ നമുക്ക് തൽക്കാലം ഇത്രയും കൊടുക്കാം. അപ്പൊ അത് PC2 നമ്മൾ ഏത് ഐ പി അഡ്രസ്സാണ് കൊടുത്തത്? 172.16.15.10. അതുപോലെ നമുക്ക് ഓരോ സിസ്റ്റത്തിനെയും ഐ പി അഡ്രസ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ കമ്പ്യൂട്ടർ സയൻസ് നെറ്റ്വർക്കിന്റെ ഓരോ സിസ്റ്റത്തിനും നമുക്ക് ഐ പി അഡ്രസ് സെറ്റ് ചെയ്യാം. നേരത്തെ പോലെ തന്നെ ഐ പി അഡ്രസ് ഇവിടെ ഞാൻ 9 കൊടുക്കുന്നു. PC1 9 കൊടുക്കുന്നു. 172.16 അതിന്റെ നെറ്റ്വർക്ക് പാർട്ട് സെയിം ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നു അല്ലെ. അതുപോലെ ഹോസ്റ്റ് പാർട്ടിൽ മാത്രം ഇവിടെ നേരത്തെ 15.10 ആണെങ്കിൽ ഇവിടെ PC1 ഞാൻ 15.9 എന്ന് കൊടുക്കുന്നു. ഹോസ്റ്റ് പാർട്ട് മാത്രം വേരി ചെയ്തു. അപ്പൊ നെറ്റ് മാസ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താ? ഇത് ക്ലാസ് ബി നെറ്റ്വർക്ക് ആണ് അല്ലെ. നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് നെറ്റ്വർക്ക് ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലാസ് ബി ക്ലാസ് ഐ പി അഡ്രസ് ആണ്. അപ്പൊ അതിന്റെ ക്ലാസ് ബി ക്ലാസ് ഐ പി അഡ്രസിന്റെ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് 255.255.0.0. കാരണം എന്താ? ക്ലാസ് ബിയില് ആദ്യത്തെ 2 ബൈറ്റുകളാണ് നെറ്റ്വർക്കിനെ കുറിക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ 2 ബൈറ്റ് 255 ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ് അതിന്റെ നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ സെറ്റ് ചെയ്തു. ഇനി അത് എടുത്ത PC0 അതുപോലെ തന്നെ ഇവിടെ ഞാൻ 8 കൊടുക്കുന്നു. നമ്മൾ യുണീക്ക് ആയിട്ട് തന്നെ കൊടുക്കണം. സിമിലർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 9 തന്നെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? ഇവിടെ കാണുന്നത് നിങ്ങൾ കണ്ടോ? ദിസ് അഡ്രസ് ഈസ് ഓൾറെഡി യൂസ്ഡ് ഇൻ ദ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ മെസ്സേജ് വരും അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത നമ്പർ ആ നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്ത ഹോസ്റ്റ് ID നമ്മൾ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് കൊടുക്കണം. 15.8 കൊടുത്തു. സബ്നെറ്റ് മാസ്ക് സെയിം തന്നെ. ഇവിടെ നമ്മൾ നേരത്തെ പോലെ തന്നെ നെറ്റ്വർക്ക് ID നമ്മൾ സെയിം ആയിട്ട് കീപ്പ് ചെയ്യുന്നു. അപ്പൊ ആയല്ലോ നമ്മുടെ നെറ്റ്വർക്ക് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഞാൻ ഒന്ന് അത് ഗ്രൂപ്പ് ചെയ്യാണ്. ഗ്രൂപ്പ് ചെയ്യാൻ നമ്മളിവിടെ ഡ്രോ റെക്റ്റാങ്കിൾ യൂസ് ചെയ്യും. ഇത് ജസ്റ്റ് ലേബിൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ
റെക്റ്റാങ്കിളിൽ ക്ലിക്ക് ചെയ്ത് ഞാനൊരു കളറിൽ ഒരു ഗ്രൂപ്പിംഗ് ആക്കിയാണ്. എന്നിട്ട് ഒരു ലേബൽ കൊടുക്കാം. നമുക്ക് എന്താ ലേബൽ കൊടുക്കുക? ഏത് നെറ്റ്വർക്കാണ്? കമ്പ്യൂട്ടർ സയൻസ് CS-ന്റെ നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്കിന്റെ IP അഡ്രസ് എങ്ങനെയാണ് തുടങ്ങുന്നത്? 172.16. അല്ലെ, 0.0 ആണ്. ആദ്യത്തെ 2 ബൈറ്റുകൾ നെറ്റ്വർക്കിനെ കുറിക്കുന്നു, പിന്നത്തെ 2 ബൈറ്റുകൾ ഹോസ്റ്റിനെ കുറിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ഒന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ, കാരണം ഈ കമ്പ്യൂട്ടർ സയൻസ് നെറ്റ്വർക്കാണ്. ഇവിടെ നമ്മൾ നെറ്റ്വർക്ക് ID പാർട്ട് 172.16 ആണ് അല്ലെ. പിന്നെ ഹോസ്റ്റ് ID പാർട്ട് എന്തും ആകാം. അതുകൊണ്ട് നമ്മൾ 0 കൊണ്ട് നമ്മൾ നെറ്റ്വർക്കിനെ ഐഡന്റിഫൈ ചെയ്യുകയാണ് ഇവിടെ. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഇനി എന്ത് വേണം? നമ്മൾ ആദ്യത്തെ നെറ്റ്വർക്ക് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മൾ ഇനി ഈ നെറ്റ്വർക്കിൽ ഓരോ സിസ്റ്റത്തിനും നമ്മൾ IP അഡ്രസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സിസ്റ്റത്തിൽ നിന്നും മറ്റു സിസ്റ്റത്തിലേക്ക് കണക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യുക? നമ്മൾ നേരത്തെ കണ്ടു, പിങ് കമാൻഡ് യൂസ് ചെയ്യും അല്ലെ. പിങ് കമാൻഡ് എന്താ ചെയ്യുന്നത്? പിങ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ IP അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ICMP പാക്കറ്റ് സെൻഡ് ചെയ്യും. എന്താണ് ICMP പാക്കറ്റ്? ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ പാക്കറ്റ്. ആ പാക്കറ്റ് എന്താ ചെയ്യുന്നത്? നമ്മളെ 2 കണക്ഷൻ കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള കണക്ഷൻ ഓക്കെ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, കണക്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ICMP എന്ന് പറയുന്നത്. അത് നമ്മൾ വിളിച്ചു ചോദിക്കുന്ന പോലെയാണ്. എടാ നീ ഓക്കെ ആണോ? ഇപ്പൊ PC0 ഒരു പിങ് കമാൻഡ് PC2 അയക്കുമ്പോൾ നീ വിളി കേൾക്കുന്നുണ്ടോ? അപ്പം PC2 റിപ്ലൈ ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഓക്കെ ആണ്. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഓരോ കണക്ഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പിങ് കമാൻഡ്. അതുപോലെ തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ മെഷീന്റെ IP അഡ്രസ് അടിച്ചു കൊടുക്കുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യുന്നുള്ളത്. നമുക്ക് PC0 PC2 ആയിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ പോലെ തന്നെ PC0 നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് കാണുന്നുണ്ടോ? നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റ് നമ്മൾ ആ സോഫ്റ്റ്വെയർ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. നമ്മൾ സാധാരണ മെഷീനിൽ നിന്ന് എങ്ങനെ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക? വിൻഡോസിൽ കമാൻഡ് CMD എന്ന് സെർച്ച് ബോക്സിൽ CMD എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് കിട്ടും. ഇല്ലെങ്കിൽ പഴയ മോഡൽ വിൻഡോസ് ആണ്, സ്റ്റാർട്ട് പോയി ആക്സസറീസിൽ അതിൽ കമാൻഡ് പ്രോംപ്റ്റ് അല്ലെ, അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഒരു സ്ക്രീൻ കിട്ടും. ഒരു ഡാർക്ക് സ്ക്രീൻ ആണ്. ഇവിടെ നമ്മൾ മൗസ് വർക്ക് ചെയ്യില്ല. നമ്മള് കീബോർഡിലാണ് നമ്മൾ കമാൻഡ് കൊടുക്കേണ്ടത്. കീബോർഡ് യൂസ് ചെയ്തിട്ട് കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കമ്പ്യൂട്ടറിന് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾ ഡയറക്റ്റ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഡാർക്ക് സ്ക്രീനിൽ ടൈപ്പ് ചെയ്യേണ്ട കമാൻഡ് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ വളരെ ഡാർക്ക് സീനാവും അല്ലെ. നമുക്ക് പിന്നെ അതിനെ കൊണ്ടൊരു കാര്യമില്ലാണ്ടായി പോകും. കാരണം എന്താ, പ്രോപ്പർ കമാൻഡ് അറിയാതെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് നമ്മൾ കമാൻഡ് അറിഞ്ഞിരിക്കണം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കമാൻഡ് പിങ് കമാൻഡ് ആണ്. ഒരു സിസ്റ്റവും മറ്റു സിസ്റ്റവുമായിട്ട് കണക്ഷൻ ഉണ്ടോ, കണക്ഷൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് പിങ് കമാൻഡ്. അതെങ്ങനെയാ ടൈപ്പ് ചെയ്യുക? PING, പിങ്. ഡെസ്റ്റിനേഷൻ മെഷീന്റെ IP അഡ്രസ്. PC2ന്റെ IP അഡ്രസ് എന്താ? 172.16.15.10 അല്ലേ? ഓക്കെ, ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യുമ്പോൾ എന്താ ഒരു റിപ്ലൈ വരുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് നമ്മളെ പിങ് കമാൻഡ്. നമ്മളെ PC2ന്റെ IP അഡ്രസ് സെറ്റ് ചെയ്തു. നമ്മൾ PC1 എന്നാണ് ചെക്ക് ചെയ്യുന്നത് PC2 ആയിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന്. അപ്പോൾ PC2 എന്നൊരു റിപ്ലൈ വരുന്നത് നിങ്ങൾ കണ്ടോ? 4 റിപ്ലൈ പാക്കറ്റ് നമുക്ക് തിരിച്ചു കിട്ടി. നമ്മൾ ICMP റിക്വസ്റ്റ് പാക്കറ്റ് ആണ് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ICMP റിപ്ലൈ പാക്കറ്റ് നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളെ നമ്മൾ ഓരോ PC ആയിട്ടുള്ള കണക്ഷൻ നമ്മൾ ഓക്കെ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് പ്രകാരം. ഇനി അതുപോലെ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് മറ്റെല്ലാ സിസ്റ്റവുമായിട്ടും കണക്ഷൻ ഉണ്ടോ എന്ന് ഇതുപോലെ ഓരോ സിസ്റ്റവും ഡബിൾ ക്ലിക്ക് ചെയ്ത് അതുപോലെ കമാൻഡ് പ്രോംപ്റ്റ് എടുത്ത് പിങ് എന്ന് പറഞ്ഞിട്ട് ഡെസ്റ്റിനേഷൻ മെഷീന്റെ IP അഡ്രസ്സസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഡെസ്റ്റിനേഷൻ മെഷീൻ ലിങ്ക് അപ്പ് ആണെങ്കിൽ, ഡെസ്റ്റിനേഷൻ മെഷീൻ ഓക്കെ ആണെങ്കിൽ, ആക്റ്റീവ് ആണെങ്കിൽ അതൊരു റിപ്ലൈ തരും നമുക്ക്. ആ രീതിയിൽ നമുക്ക് ഓരോ മെഷീനിന്റെയും കണക്ഷൻസ് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ നെറ്റ്വർക്ക് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റിന്റെയും നെറ്റ്വർക്ക് ഇതുപോലെ സെറ്റപ്പ് ചെയ്യാം. അവിടെ നമുക്ക് ജസ്റ്റ് ഒരു 2 സിസ്റ്റം മാത്രം നമുക്ക് സിംപ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കാം.
അതുപോലെ ഇവിടെ നമ്മൾ സാധാരണ പോലെ തന്നെ പതിവ് പോലെ തന്നെ PCs സെലക്ട് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു, PC3, PC4. അതുപോലെ തന്നെ നമ്മൾ നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആയിട്ട് സ്വിച്ച് സെലക്ട് ചെയ്യുന്നു. നേരത്തെ പോലെ തന്നെ 24 പോർട്ടുള്ള ഒരു സ്വിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 24 പോർട്ടുള്ള സ്വിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് പതിവ് പോലെ തന്നെ UTP സ്ട്രെയിറ്റ് ത്രൂ കേബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. സ്ട്രെയിറ്റ് ത്രൂ കോപ്പർ കേബിൾ യൂസ് ചെയ്തിട്ട് സിസ്റ്റത്തിന്റെ ഫാസ്റ്റ് ഈതർനെറ്റ് പോർട്ടിൽ കണക്ട് ചെയ്ത് അതുപോലെ തന്നെ സ്വിച്ചിന്റെ ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ഈതർനെറ്റ് പോർട്ടിൽ കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് ഏകദേശം സെറ്റായി. ഇനി നേരത്തെ പോലെ നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യാം, വേറൊരു കളറിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്ത ഘട്ടം എന്താ? PCക്ക് ഓരോ PCസിനും നമുക്ക് IP അഡ്രസ് സെറ്റ് ചെയ്യണം അല്ലെ. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് C ക്ലാസ് IP അഡ്രസ് യൂസ് ചെയ്യാം. IP അഡ്രസ് എങ്ങനെ എടുക്കും? ഡെസ്ക്ടോപ്പ് ടാബ് ക്ലിക്ക് ചെയ്യുക, IP കോൺഫിഗറേഷൻ ടൈപ്പ് ക്ലിക്ക് ചെയ്യുക, അതിൽ നമുക്ക് IP അഡ്രസ് സെറ്റ് ചെയ്യാം. എന്താണ്? 192.168.1.5 കൊടുക്കാം. അപ്പൊ ഇവിടെ ഇത് C ക്ലാസ് IP അഡ്രസിന്റെ പ്രത്യേകത എന്താ? ആദ്യത്തെ 3 ബൈറ്റുകൾ നെറ്റ്വർക്കിനെ കുറിക്കും അല്ലെ. ലാസ്റ്റ് 1 ബൈറ്റ് മാത്രമേ ഹോസ്റ്റിനെ കുറിക്കാൻ നമുക്ക് ഉള്ളൂ. അപ്പോ ആദ്യത്തെ 3 ബൈറ്റ് നെറ്റ്വർക്കിനെ കുറിക്കുന്നു, പിന്നെയുള്ള ലാസ്റ്റ് ബൈറ്റ് അവസാനത്തെ 1 ബൈറ്റ് മാത്രം ഹോസ്റ്റിനെ കുറിക്കുന്നു. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് നെറ്റ് മാസ്ക്, അതുകൊണ്ടാണ് ആദ്യത്തെ 3 ബൈറ്റിന് കറസ്പോണ്ടിങ് 255 വന്നത്. 255.255.255. പിന്നെ ലാസ്റ്റ് ബൈറ്റ് മാത്രമാണ് ഹോസ്റ്റിനെ കുറിക്കാനുള്ളത്, അതുകൊണ്ട് അത് 0 ആണെന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് PC4നും IP അഡ്രസ് സെറ്റ് ചെയ്യാം. 192.168.1.6 കൊടുക്കുക. ഇവിടെ നമുക്ക് IP അഡ്രസ്, കാരണം എന്താ, ആദ്യത്തെ നെറ്റ്വർക്ക് ID പാർട്ട് ഇവിടെ സെയിം ആയിട്ട് കൊടുക്കണം. കാരണം ഇത് സെയിം നെറ്റ്വർക്കിലാണ് PC3യും PC4ഉം ഉള്ളത് അല്ലെ. അപ്പൊ PC3ന്റെയും PC4ന്റെയും നെറ്റ്വർക്ക് ID പാർട്ട് സെയിം ആണ്, ഹോസ്റ്റ് ID പാർട്ട് വ്യത്യാസമാണ്. കാരണം എന്താ, സെയിം നെറ്റ്വർക്കിലെ ഡിഫറെന്റ് ഹോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ നെറ്റ് മാസ്ക് സബ്നെറ്റ് മാസ്ക് രണ്ടും സെയിം ആണ്. എന്തുകൊണ്ടാണ്? ക്ലാസ് C ആണ്. ക്ലാസ് സിയുടെ C ക്ലാസ് IP അഡ്രസിന്റെ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് 255.255.255.0. ഇവിടെ ഞാൻ ഡിഫറെന്റ് IP അഡ്രസ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഡിഫറെന്റ് നെറ്റ്വർക്ക് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നോർമലി നമ്മൾ ഇപ്പൊ C ക്ലാസ് IP അഡ്രസ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഡിഫറെന്റ് നെറ്റ്വർക്ക് ID പാർട്ട് ഡിഫറെന്റ് ആയിട്ട് കൊടുത്താൽ ഡിഫറെന്റ് നെറ്റ്വർക്ക് ആയി. അതുപോലെ തന്നെ നമുക്ക് സബ്നെറ്റിംഗ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാക്കാം. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കണ്ട് മനസ്സിലാക്കാം. രണ്ടും ഡിഫറെന്റ് നെറ്റ്വർക്ക് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നില് ക്ലാസ് B IP അഡ്രസ് യൂസ് ചെയ്തത്, മറ്റേ നെറ്റ്വർക്കിൽ ക്ലാസ് C IP അഡ്രസ് യൂസ് ചെയ്തത്. ഞാൻ ജസ്റ്റ് ലേബൽ കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ IP അഡ്രസ് C ക്ലാസ് ആണ് അല്ലെ. അപ്പൊ 192.168.1 അത്രയാണ് ഇതിന്റെ നെറ്റ്വർക്ക് പാർട്ട് വരുന്നത്. പിന്നെ ഹോസ്റ്റ് ID എന്തും ആകാന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 0 കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഈ നെറ്റ്വർക്കിൽ നമ്മൾ ഓട്ടോമൊബൈൽ നെറ്റ്വർക്കിന്റെ കണക്ഷൻ നമ്മൾ ചെക്ക് ചെയ്തില്ലല്ലോ. പിങ് കമാൻഡ് യൂസ് ചെയ്തിട്ട് അത് നമുക്കൊന്ന് നോക്കാം. PC3 എടുക്കുക, കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക, പിങ് അടിക്കുക, PING 192.168.1.6 ആണല്ലോ PC4ന്റെ IP അഡ്രസ് നമ്മൾ സെറ്റ് ചെയ്തത്. ടൈപ്പ് വരുന്നുണ്ടോ? റിപ്ലൈ വരുന്നത് കണ്ടോ? റിപ്ലൈ വരുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ നെറ്റ്വർക്ക് വിത്തിൻ നെറ്റ്വർക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലെ. നമ്മുടെ ഓട്ടോമൊബൈൽ നെറ്റ്വർക്കിലെ സിസ്റ്റങ്ങൾ തമ്മിൽ PC3യും PC4ഉം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് നെറ്റ്വർക്കിലെ ഓരോ സിസ്റ്റങ്ങളും തമ്മിൽ PC0 ആയിട്ട് PC2 ആയിട്ടും അതുപോലെ തന്നെ PC1 PC0 ആയിട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കാം. അപ്പൊ ഇനി എന്താ വേണ്ടത്? നമുക്ക് ഈ 2 ഡിഫറെന്റ് നെറ്റ്വർക്ക് അല്ലെ, 2 ഡിഫറെന്റ് നെറ്റ്വർക്ക് ആണ്. അപ്പൊ ഈ 2 ഡിഫറെന്റ് നെറ്റ്വർക്കുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഉദാഹരണമായിട്ട് PC0യിൽ സുമേഷ് ആണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. സുമേഷ് കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ PC3യിൽ രമേശ് ഉണ്ട് എന്ന് വിചാരിക്കാം. PC3 രമേഷാണ് PC3 യൂസ് ചെയ്യുന്നത് വിചാരിക്കാം. രമേഷ് ഓട്ടോമൊബൈലിലെ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ സുമേഷിന് രമേഷുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? PC0ന്നും PC3യുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? അപ്പൊ അവ തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പോസിബിൾ ആക്കണം അല്ലെ. അപ്പൊ എങ്ങനെയാ പോസിബിൾ ആക്കുക? നമ്മൾ ഈ സ്വിച്ചിനെ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുമോ?
നോക്കാം. നമുക്ക് കണക്ടേഴ്സ് കൊടുത്ത് നമുക്ക് സ്വിച്ചിനെ തമ്മിൽ കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ഏത് കണക്ഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്? കോപ്പർ ക്രോസ് ഓവർ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. കോപ്പർ ക്രോസ് ഓവർ ആ ഡോട്ടഡ് ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന ക്രോസ് ഓവർ കേബിൾസ് ആണ്. എന്തുകൊണ്ടാണ് ക്രോസ് ഓവർ കേബിൾ? അതായത് നമ്മൾ സാധാരണ നമ്മളെ കോപ്പർ UTP വയേഴ്സ് തന്നെയാണ്, അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ അഥവാ കാറ്റ് 5 കാറ്റ് 6 എന്നൊക്കെ പറയുന്ന ആ കേബിൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ മീഡിയ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ആ വീഡിയോ കാണുക. അപ്പൊ ഈ കാറ്റഗറി 5 കാറ്റഗറി 6 എന്ന് പറയുന്ന ആ ട്വിസ്റ്റഡ് പെയർ കേബിൾ തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിൽ കണക്ടേഴ്സ് കണക്ട് ചെയ്യുന്ന ആ വിധത്തിനനുസരിച്ചിട്ടാണ് ഒന്ന് സ്ട്രെയിറ്റ് ത്രൂ എന്നും മറ്റേത് ക്രോസ് ഓവർ എന്നും വിളിക്കുന്നത്. കണക്ടേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ ആ വയർ നമ്മൾ കേബിൾ ക്രിമ്പ് ചെയ്യുമ്പോൾ ഉള്ള ആ വയറിന്റെ അലൈൻമെന്റിന്റെ വ്യത്യാസം കൊണ്ടാണ്. അപ്പൊ സിമിലർ കൈൻഡ് ഓഫ് നെറ്റ്വർക്കിംഗ് ഡിവൈസ് കണക്ട് ചെയ്യാൻ നമ്മൾ ക്രോസ് ഓവർ കണക്ഷൻ ആണ് യൂസ് ചെയ്യുക. ഡിസിമിലർ കൈൻഡ് ഓഫ് ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ത്രൂ കണക്ഷൻസ് ആണ് യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ സിമിലർ ഡിവൈസ് അല്ലേ കണക്ട് ചെയ്തത്, 2 സ്വിച്ചുകൾ തമ്മിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. അതുകൊണ്ട് നമ്മൾ ക്രോസ് ഓവർ കണക്ഷൻ യൂസ് ചെയ്തു അല്ലെ. അപ്പൊ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഇനി സുമേഷും രമേഷും ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ നമുക്ക് നോക്കണ്ടേ. അപ്പൊ അതെങ്ങനെ ചെയ്യും? PC0 എടുക്കുക, അതിൽ നമുക്ക് പിങ് കമാൻഡ് അടിച്ചു കൊടുക്കുക അല്ലെ. PC3ന്റെ IP അഡ്രസ് എത്രയാ? 192.168.1.5 അല്ലെ. അപ്പൊ PC0 എടുക്കുന്നു, നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുന്നു, അവിടെ നമ്മൾ പിങ് കമാൻഡ് അടിച്ചു കൊടുക്കുന്നു അല്ലെ. PING 192.168.1.5. എന്താ സംഭവിക്കുന്നത്? റിപ്ലൈ വരുന്നുണ്ടോ? ഇല്ല അല്ലെ. നമ്മൾ നേരത്തെ എത്രയും വെയിറ്റ് ചെയ്ത് റിക്വസ്റ്റ് ടൈംഡ് ഔട്ട് എന്നാണ് വരുന്നത്. റിക്വസ്റ്റ് ടൈംഡ് ഔട്ട്. എന്തുകൊണ്ടായത്? ഇവിടെ നമ്മൾ സുമേഷിന്റെ സിസ്റ്റം കമ്പ്യൂട്ടർ സയൻസ് നെറ്റ്വർക്കിലാണ്. ആ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത് B ക്ലാസ് IP അഡ്രസ് ആണ് അല്ലെ. അതുപോലെ തന്നെ രമേശ് ഇരിക്കുന്ന സിസ്റ്റം ഓട്ടോമൊബൈൽ നെറ്റ്വർക്കിലാണ് അല്ലെ. ആ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത് C ക്ലാസ് IP അഡ്രസ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2 നെറ്റ്വർക്കുകളും ഡിഫറെന്റ് നെറ്റ്വർക്കുകളാണ്. നേരത്തെ നമ്മൾ ബ്രിഡ്ജിന്റെ ക്ലാസ് കണ്ടതുപോലെ ഒരു നെറ്റ്വർക്കിന്റെ തന്നെ ഡിഫറെന്റ് സെഗ്മെന്റ് അല്ല, ഒരു നെറ്റ്വർക്കിന്റെ തന്നെ ഡിഫറെന്റ് സെഗ്മെന്റ് അല്ല, രണ്ടും ഇവിടെ ഡിഫറെന്റ് നെറ്റ്വർക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ സ്വിച്ചുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്താൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോ നമ്മള് വേറെ ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് യൂസ് ചെയ്യണം. അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ് റൗട്ടർ എന്ന് പറയുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസ്. അപ്പം അതുപോലെ നമ്മൾ നോക്കാം. ഇവിടെ റൗട്ടറിന് നമ്മൾ നെറ്റ്വർക്കിംഗ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ റൗട്ടർ കാണാം. റൗട്ടർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൗട്ടേഴ്സ് നമുക്ക് ഇവിടെ കാണാം. നമുക്ക് അതിൽ ഒരു റൗട്ടർ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നത്. റൗട്ടറിന്റെ സിമ്പിൾ ആണ് ഇത്. റൗട്ടർ ക്ലിക്ക് ചെയ്യുക. ഈ റൗട്ടർ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? ഡിഫറെന്റ് സ്വിച്ചിനെ അപേക്ഷിച്ചിട്ട് പോർട്ടിന്റെ എണ്ണം കുറവാണ് അല്ലെ. 1-2 പോർട്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ നിങ്ങൾ കാണുന്നുണ്ടോ ഈ മറ്റെന്തെല്ലാം ടാബുകൾ നിങ്ങൾ കാണുന്നുണ്ട്? ഫിസിക്കൽ കോൺഫിഗ്, CLI, അട്രിബ്യൂട്ട്സ് തുടങ്ങിയ ടാബ് നിങ്ങൾ കാണുന്നുണ്ടല്ലേ. ഈ കോൺഫിഗ് ടാബ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ ഈ ഇന്റർഫേസ് കാണുന്നുണ്ടോ? എത്ര ഇന്റർഫേസ് ഉണ്ട് ഇവിടെ? ആദ്യത്തെ 0/0, രണ്ടാമത്തെ 0/1. അങ്ങനെ 2 ഇന്റർഫേസ് ഉണ്ട്. നമുക്ക് ഈ 2 ഇന്റർഫേസ് നമുക്ക് കോൺഫിഗർ ചെയ്യണം. അതായത് നമ്മൾ റൗട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എന്താ റൗട്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, റൗട്ടർ സ്വിച്ചിനെക്കാട്ടും കൂടുതൽ ഒരു ഹയർ ലെവലിൽ പ്രവർത്തിക്കുന്ന ഡിവൈസ് ആണ്. അതായത് സ്വിച്ച് ലെയർ 2 ഡിവൈസ് ആണെങ്കിൽ നമ്മളെ കമ്മ്യൂണിക്കേഷന് പല ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ 2ാം ഘട്ടത്തിൽ ആണ് സ്വിച്ച് വരുന്നതെങ്കിൽ അതിനെക്കാട്ടും ഒരു പടി കൂടെ ഉയർന്ന ഡിവൈസ്, ഒരു പടി കൂടെ ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ഡിവൈസ് ആണ് റൗട്ടർ. അതായത് ലെയർ 3യിൽ പ്രവർത്തിക്കുന്ന. അത് നമുക്ക് റൗട്ടറിനെ ആദ്യം നമുക്ക് കണക്ട് ചെയ്യാൻ എന്നിട്ട് കൂടുതലായിട്ട് പറയാം. റൗട്ടർ നമുക്ക് ഏത് വയർ യൂസ് ചെയ്യണം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ പവർ സിമ്പലിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ വയർ ചൂസ് ആയിക്കോളും. സ്വിച്ചിന്റെ ഒരു പോർട്ടിൽ കണക്ട് ചെയ്യുന്നു, അതുപോലെ റൗട്ടറിന്റെ ഒരു പോർട്ടിൽ കണക്ട് ചെയ്യുന്നു. അടുത്ത വീണ്ടും അഗെയിൻ റൗട്ടറിന്റെ ഒരു പോർട്ടിൽ കണക്ട് ചെയ്യുന്നു,
അടുത്ത നെറ്റ്വർക്കിന്റെ സ്വിച്ചിന്റെ ഒരു പോർട്ടിൽ കണക്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യേണ്ടത്. അതായത് സ്വിച്ചിൽ നിന്ന് റൗട്ടറിലേക്ക് കൊടുക്കണം. നമ്മൾ ഓരോ ഡിവൈസിനും കൊടുക്കേണ്ട കാര്യമില്ല ഇവിടെ അല്ലെ. നമ്മൾ ഡിവൈസുകളെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തു, ഇനി സ്വിച്ചിൽ നിന്ന് റൗട്ടറിലേക്ക് കൊടുത്തു അല്ലെ. അതുപോലെ അടുത്ത നെറ്റ്വർക്കിലെയും ഡിവൈസുകളെ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തു, എന്നിട്ട് സ്വിച്ചിൽ നിന്ന് റൗട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു അല്ലെ. ആ രീതിയിലാണ് നമ്മൾ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ലിങ്ക് അപ്പായോ ഇല്ല അല്ലെ, റെഡ് തന്നെ കാണിക്കുന്നത് അല്ലെ. എന്തുകൊണ്ടാണത്? സ്വിച്ചിനെ പോലെ അല്ലെങ്കിൽ ഹബിനെ ഒക്കെ പോലെ ഒരു പ്ലഗ് ആൻഡ് പ്ലേ ഡിവൈസ് അല്ല റൗട്ടർ എന്ന് പറയുന്നത്. റൗട്ടർ എന്ന് പറയുന്നത് നമുക്ക് ആ റൗട്ടറിനെ നമ്മൾ കോൺഫിഗർ ചെയ്യണം. നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൗട്ടറിനെ നമുക്ക് കോൺഫിഗർ ചെയ്യണം. അത് പല രീതിയിൽ നമുക്ക് കോൺഫിഗർ ചെയ്യാറുണ്ട്. പല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ റൗട്ടറിന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടാവും. സിസ്കോന്റെ റൗട്ടർ ആണെങ്കിൽ iOS എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സിസ്കോന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യുന്നുണ്ടാവും റൗട്ടറിൽ. അപ്പൊ നമുക്കൊരു നേരത്തെ കണ്ടതുപോലുള്ള കമാൻഡ് ലൈൻ ഇന്റർഫേസ് CLI ആണ് നമുക്ക് കിട്ടുക. നമ്മളൊരു പ്രാക്ടിക്കലി നമ്മൾ റൗട്ടർ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കമാൻഡ് ലൈൻ ഇന്റർഫേസ് കിട്ടുക. അതിൽ നമ്മൾ കമാൻഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ റൗട്ടറിനെ സെറ്റപ്പ് ചെയ്യേണ്ടത്. നോക്കാം നമുക്ക് എങ്ങനെ റൗട്ടറിനെ സെറ്റപ്പ് ചെയ്യണമെന്നുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ പാക്കറ്റ് ട്രേസർ ആയതുകൊണ്ട് നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് GUI നമുക്ക് എളുപ്പത്തിൽ ഒരു മൗസ് കൊണ്ട് യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് ഓരോ ഇന്റർഫേസും സെലക്ട് ചെയ്ത് ആ ഇന്റർഫേസിന് നമുക്ക് IP അഡ്രസ്സും മറ്റും സെറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ പാക്കറ്റ് ട്രേസറിൽ പറ്റും. പക്ഷെ ആക്ച്വൽ എൻവയോൺമെന്റിൽ നമ്മൾ മിക്കവാറും കേസിൽ നമ്മൾ ഈ കമാൻഡ് ലൈനിൽ നമ്മൾ കമാൻഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനാവശ്യമായിട്ടുള്ള കമാൻഡ് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ പാക്കറ്റ് ട്രേസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിൽ എങ്ങനെയാ ഈ റൗട്ടറിനെ കോൺഫിഗർ ചെയ്യുന്നത് എന്നും മറ്റും നമുക്ക് കാണാം. അപ്പൊ ഈ നേരത്തെ ഇപ്പൊ കണ്ടതുപോലെ തന്നെ ഈ റൗട്ടറിന് 2 ഇന്റർഫേസുകൾ ഉണ്ട് അല്ലെ. ഒന്ന് നമ്മള് കമ്പ്യൂട്ടർ സയൻസ് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം അല്ലെ, അതൊരു ഇന്റർഫേസ് ആണ്. അത് ഗിഗ് 0/0 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇന്റർഫേസ്, അതാണ് ഗിഗ് 0/1 എന്ന് പറയുന്നത്. അത് നമുക്കൊന്ന് സിമ്പിൾ ആയിട്ടൊന്ന് ലേബൽ ചെയ്യാം. E0 എന്ന് കൊടുക്കുന്നു. അതുപോലെ നമുക്ക് അടുത്ത ഇന്റർഫേസിന് E1 എന്ന് കൊടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഈ E0 ഇന്റർഫേസിലാണ് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. E1 ഇന്റർഫേസിലാണ് നമ്മുടെ ഓട്ടോമൊബൈൽ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം ഇത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ ഓരോ ഇന്റർഫേസ് നമുക്ക് കോൺഫിഗർ ചെയ്യണം. എങ്ങനെ ഇന്റർഫേസ് കോൺഫിഗർ ചെയ്യുക അത് നമുക്ക് കാണാം. റൗട്ടർ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ ഞാൻ കാണിച്ചല്ലോ നമ്മുടെ ഗിഗാനെറ്റ് ഈതർനെറ്റ് 0/0, അതായത് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്തിട്ടുള്ള ആ ഇന്റർഫേസ് നമുക്ക് കോൺഫിഗർ ചെയ്യാം. 0/0 ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾ ഇവിടെ താഴെ നോക്കൂ, ഇക്വാലന്റ് iOS കമാൻഡ് എന്ന് കാണുന്നുണ്ടോ ഇവിടെ? ഞാനിവിടെ ഗ്രാഫിക്കലായിട്ട് ചെയ്യുന്ന ഓരോന്നിനും കറസ്പോണ്ടിങ് ഇക്വലന്റ് ആയിട്ടുള്ള iOS കമാൻഡ് ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്യുന്നത് കാണാം അല്ലെ. നിങ്ങൾ മിക്കവാറും ഇതുപോലുള്ള ഇന്റർഫേസ് കമാൻഡ് iOS കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്ത് കൊണ്ടാണ് നമ്മുടെ ഈ റൗട്ടറിനെ കോൺഫിഗർ ചെയ്യേണ്ടി വരിക. അപ്പൊ നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമാൻഡ്സ് പഠിച്ചിരിക്കണം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വേറൊരു പ്രത്യേകത കാണുന്നുണ്ടോ? നമ്മള് ഓരോ ഇന്റർഫേസിനും MAC അഡ്രസ് കണ്ടോ? നമുക്ക് MAC അഡ്രസ് കാണുന്നുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ അതായത് മൾട്ടിപ്പിൾ LAN കാർഡ് ആണെന്ന് മനസ്സിലാക്കാം നിങ്ങൾ ഓരോ ഇന്റർഫേസും. അപ്പൊ ഈ ഇന്റർഫേസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു MAC അഡ്രസ് ഉണ്ടല്ലേ. അവിടെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? അതിന് നമുക്ക് ഒരു IP അഡ്രസ് സെറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ ഇത് നമ്മളെ ഏത് നെറ്റ്വർക്കിനെ ഇന്റർഫേസ് ചെയ്തിരിക്കുന്ന ഇന്റർഫേസ് ആണിത്? നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് നെറ്റ്വർക്കിന് അല്ലെ. അപ്പൊ ആ നെറ്റ്വർക്ക് നമ്മൾ ഏത് IP അഡ്രസ് യൂസ് ചെയ്തിട്ടുള്ളത്? ക്ലാസ് B അല്ലെ. അപ്പൊ നോർമലി നമ്മൾ ഈ ഇന്റർഫേസിന് കൊടുക്കേണ്ട IP അഡ്രസ് എന്ന് പറയുന്നത് ഈ കമ്പ്യൂട്ടർ സയൻസ് നെറ്റ്വർക്കിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് അല്ലെ. ഇവിടെ നമ്മൾ ഏതെല്ലാം IP അഡ്രസ് ആണ് നമ്മൾ യൂസ് ചെയ്തത്? 172.16.15.10, 172.16.15.8, 172.16.15.9 അങ്ങനെ തുടങ്ങിയ അഡ്രസ്സുകളാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ആ അഡ്രസ്സിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് നമ്മൾ നോർമലി ഇവിടെ നമ്മളെ കൊടുക്കുന്നത്. നമുക്ക് നോക്കാം. 172.16.0.1 സിമ്പിളായിട്ട് ആ നെറ്റ്വർക്കിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആണ് കൊടുത്തത്. എന്തുകൊണ്ടാണ് സ്റ്റാർട്ടിംഗ് അഡ്രസ്? ഈ ഇന്റർഫേസിനെ നമ്മൾ അല്ലെങ്കിൽ ഈ റൗട്ടറിനെ നമ്മൾ ഡീഫോൾട്ട് ഗേറ്റ് വേ എന്ന് വിളിക്കും. ആരാ ഡീഫോൾട്ട് ഗേറ്റ് വേ? കമ്പ്യൂട്ടർ സയൻസ് നെറ്റ്വർക്കിന്റെ ഡീഫോൾട്ട് ഗേറ്റ് വേ ആണ് ഈ റൗട്ടറിന്റെ ഈ പെർട്ടിക്കുലർ ഇന്റർഫേസ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഡീഫോൾട്ട് ഗേറ്റ് വേ എന്ന് വിളിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസ് നെറ്റ്വർക്കിനെ മറ്റു നെറ്റ്വർക്കുകളായിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന റൗട്ടറാണ് ഈ റൗട്ടർ അല്ലെ. ഈ റൗട്ടറിന്റെ തന്നെ ഈ ഇന്റർഫേസ്
ഗിഗാബിറ്റ് ഈതർനെറ്റ് 0/0 എന്ന് പറഞ്ഞ ഇന്റർഫേസ് ആണ് ഈ നെറ്റ്വർക്കിനെ നമ്മുടെ മറ്റ് നെറ്റ്വർക്കുകളായിട്ട് കണക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നെറ്റ്വർക്കിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഈ ഇന്റർഫേസിന്റെ അഡ്രസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. 172.16.0.1. അതുപോലെ തന്നെ സബ്നെറ്റ് മാസ്ക് എന്താണ്? ക്ലാസ് ബിയുടെ സബ്നെറ്റ് മാസ്ക് അല്ലെ, 255.255.0.0. അത്രയും സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കാണുന്നുണ്ടോ ഓൺ എന്ന് കാണുന്നുണ്ടോ, ഇത് ഓൺ ആക്കണം. ഓൺ ആക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആ റൗട്ടറിന്റെ ആ ലിങ്കിൽ റെഡ് ലൈറ്റ് കത്തുന്നത്. അപ്പൊ നമ്മൾ ഓൺ ആ ടിക്ക് ഇട്ടാല് ഓണായി. അപ്പൊ റൗട്ടർ ഓൺ ആക്കിയതിനു ശേഷം നമ്മൾ എന്താ ചെയ്തത്? ആ ഒരു പർട്ടിക്കുലർ ഇന്റർഫേസ് നമ്മൾ കോൺഫിഗർ ചെയ്തു അല്ലെ. അത് ആ ഇന്റർഫേസിന് ഒരു മാക് അഡ്രസ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് നമ്മൾ സെറ്റ് ചെയ്തു അല്ലെ. അപ്പൊ IP അഡ്രസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇത് ഈ ഇന്റർഫേസ് ഏത് നെറ്റ്വർക്കിനെയാണോ കണക്ട് ചെയ്യുന്നത് ആ നെറ്റ്വർക്കിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് നമ്മൾ അതിന്റെ IP അഡ്രസ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് അതിന്റെ മാക് അഡ്രസ്സും കൂടെ നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാം. അപ്പൊ ഗിഗാബിറ്റ് ഇതിന്റെ 0/0 അല്ലെ. പിന്നെ മാക് അഡ്രസ് എത്രയാണെന്നുള്ളതും കൂടെ നമുക്ക് ഒരു ലേബൽ, ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്ന പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഇന്റർഫേസും, അടുത്ത E1 ഇന്റർഫേസ് നമുക്ക് ഇതുപോലെ കോൺഫിഗർ ചെയ്യാം അല്ലെ. റൗട്ടറിന്റെ അടുത്ത ഇന്റർഫേസ് നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഈ E1 ഇന്റർഫേസ് ഏത് നെറ്റ്വർക്കുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? നമ്മുടെ ഓട്ടോമൊബൈൽ നെറ്റ്വർക്കുമായിട്ട് അല്ലെ. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് 192.168.1.1 എന്നുള്ള IP അഡ്രസ് നമുക്ക് E1 സെറ്റ് ചെയ്യാം. നേരത്തെ പോലെ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. ഇന്റർഫേസിന്റെ പേരെന്താ? ഗിഗ് 0/1 അല്ലെ. ഗിഗാബിറ്റ് ഇത് ഇന്റർഫേസ് എടുക്കുക, കോൺഫിഗറേഷനിൽ ഇന്റർഫേസ് എടുക്കുക, ഗിഗാബിറ്റ് ഇതിന് 0/1 എടുക്കുക. അതിനുശേഷം നമുക്ക് ഇന്റർഫേസ് ഓൺ ആക്കുക. അതിനുശേഷം നമുക്ക് IP അഡ്രസ് സെറ്റ് ചെയ്യാം. 192.168.1.1 സ്റ്റാർട്ടിംഗ് IP അഡ്രസ് ആണ്. ആ നെറ്റ്വർക്കിന്റെ സ്റ്റാർട്ടിംഗ് IP അഡ്രസ് ആണ് നോർമലി നമ്മൾ ആ റൗട്ടറിന്റെ ഇന്റർഫേസിന് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ക്ലാസ് C ആയതുകൊണ്ട് C ക്ലാസ് IP അഡ്രസ് ആയതുകൊണ്ട് സബ്നെറ്റ് മാസ്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു അല്ലെ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതും നമുക്ക് ഒരു ലേബൽ പോലെ കൊടുക്കാം നമുക്ക്. അപ്പൊ നമ്മൾ ഈ രണ്ട് ഇന്റർഫേസും സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കൂ നിങ്ങൾ, അതിന്റെ ലിങ്ക് അപ്പായത് കണ്ടോ? ഗ്രീൻ ലൈറ്റ് കത്തിയുണ്ട് അല്ലെ. അപ്പൊ ഇനി എന്ത് ചെയ്യാം നമുക്ക്? ഇനി ആ PC0 സുമേഷിന് രമേഷിന്റെ സിസ്റ്റമായിട്ട് നമുക്ക് പിങ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കാം. പക്ഷെ അതിന് മുമ്പ് എന്ത് വേണം? നമ്മള് സിസ്റ്റംസിന് ഡീഫോൾട്ട് ഗേറ്റ് വേ സെറ്റ് ചെയ്യണം അല്ലെ. നോക്കാം, നമ്മുടെ ഈ ഓരോ സിസ്റ്റത്തിനും ഡീഫോൾട്ട് ഗേറ്റ് വേ ഏതാ? PC0 മറ്റ് നെറ്റ്വർക്കുകളായിട്ട് കണക്ട് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഈ റൗട്ടർ വഴി അല്ലെ. ഈ റൗട്ടറിന്റെ ഈ ഇന്റർഫേസ് E0 ഇന്റർഫേസ് വഴിയാണ് PC0 മറ്റ് നെറ്റ്വർക്കുകളായിട്ട് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ PC1 മറ്റ് നെറ്റ്വർക്കുകളായിട്ട് കണക്ട് ചെയ്യുന്നത്, മറ്റ് പുറത്തുള്ള മറ്റ് സിസ്റ്റംസുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഏത് ഇന്റർഫേസ് വഴിയാണ്? റൗട്ടറിന്റെ E0 എന്ന് പറഞ്ഞ ഇന്റർഫേസ് വഴി. അതുപോലെ PC2 മറ്റ് നെറ്റ്വർക്കുകളായിട്ട് കണക്ട് ചെയ്യുന്നത് റൗട്ടറിന്റെ E0 എന്ന് പറഞ്ഞ ഇന്റർഫേസ് വഴി അല്ലെ. അപ്പോ ഈ മൂന്ന് സിസ്റ്റത്തിന് അവയുടെ നെറ്റ്വർക്കിന് പുറത്തുള്ള സിസ്റ്റങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഗേറ്റ് വേ ആണ് E0 എന്ന് പറഞ്ഞ ഇന്റർഫേസ്. റൗട്ടർ 0ന്റെ E0 എന്ന് പറഞ്ഞ ഇന്റർഫേസ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓരോ സിസ്റ്റത്തിന്റെയും ഗേറ്റ് വേ അഡ്രസ് ആയിട്ട് E0 ഇന്റർഫേസിന്റെ IP അഡ്രസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഗേറ്റ് വേ അഡ്രസ് കൊടുക്കുക? നേരത്തെ നമ്മൾ IP അഡ്രസ് കോൺഫിഗർ ചെയ്യുമ്പോൾ കണ്ടല്ലോ. അതുപോലെ ചെയ്യാം. PC0 ക്ലിക്ക് ചെയ്യുക, IP കോൺഫിഗറേഷൻ എടുക്കുക. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ ഡീഫോൾട്ട് ഗേറ്റ് വേ കാണുന്നുണ്ടോ? ഡീഫോൾട്ട് ഗേറ്റ് വേ അതായത് പുറത്തേക്കുള്ള ഒരു പ്രവേശന കവാടം. പുറത്തുള്ള നെറ്റ്വർക്കുകളുമായിട്ട് കണക്ട് ചെയ്യാൻ PC0 സഹായിക്കുന്ന ആ റൗട്ടറിന്റെ IP അഡ്രസ്, ആ ഇന്റർഫേസിന്റെ അഡ്രസ് അല്ലെ. അപ്പൊ PC0 റൗട്ടർ 0 യൂസ് ചെയ്തിട്ടാണ് പുറത്തേക്ക് കണക്ട് ചെയ്യുന്നത് അല്ലെ. അതിന്റെ E0 പെർട്ടിക്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ E0 ഇന്റർഫേസ് അല്ലെ. അതിന്റെ IP അഡ്രസ് എത്രയാ? 172.16.0.1 അല്ലെ. അതായത് നമ്മുടെ ഈ നെറ്റ്വർക്കിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. അപ്പോ ഓരോ സിസ്റ്റവും അതായത് കമ്പ്യൂട്ടർ സയൻസ് നെറ്റ്വർക്കിലെ ഓരോ സിസ്റ്റത്തിനെയും പുറത്തേക്ക് കണക്ട് ചെയ്യുന്നത്, പുറത്തുള്ള നെറ്റ്വർക്കുകളായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ ഗേറ്റ് വേ ആണ് അല്ലെ. 172.16.0.1 എന്ന് IP അഡ്രസ് ആയിട്ടുള്ള E0 എന്ന് പറഞ്ഞ ഗേറ്റ് വേ.
അപ്പൊ നമ്മൾ ഓരോ സിസ്റ്റത്തിനും ആ ഗേറ്റ് വേ ഡിഫോൾട്ട് ഗേറ്റ് വേ നമുക്ക് ആ ഗേറ്റ് വേ സെറ്റ് ചെയ്യണം. 172.16.0.1 PC1 അതുപോലെ തന്നെ PC2 അതുപോലെ തന്നെ ഡിഫോൾട്ട് ഗേറ്റ് വേ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോമൊബൈൽ നെറ്റ്വർക്കിൽ ഓരോ സിസ്റ്റത്തിനും പുറത്തുള്ള നെറ്റ്വർക്കുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഏത് ഇന്റർഫേസ് ആണ്? റൗട്ടർ 0ന്റെ E1 എന്ന് പറഞ്ഞ ഇന്റർഫേസ് ആണ് അല്ലെ. അതിന്റെ IP അഡ്രസ് എത്രയാണ്? 192.168.1.1 അല്ലെ. അപ്പൊ ഇതാണ് നെറ്റ്വർക്ക്, ഓട്ടോമൊബൈൽ നെറ്റ്വർക്കിന്റെ ഓരോ സിസ്റ്റത്തിന്റെയും ഡിഫോൾട്ട് ഗേറ്റ് വേ അഡ്രസ് എന്ന് പറയുന്നത്. അത് നമുക്ക് സെറ്റ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ PC3 ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ IP കോൺഫിഗറേഷൻ എടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഡിഫോൾട്ട് ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് സെറ്റ് ചെയ്യുന്നു? ഏതാണ് ഡിഫോൾട്ട് ഗേറ്റ് വേ? PC3യുടെ ഡിഫോൾട്ട് ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ PC3നെ മറ്റ് നെറ്റ്വർക്കുകളായിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഇന്റർഫേസ്, റൗട്ടറിന്റെ ഇന്റർഫേസ്. മറ്റ് നെറ്റ്വർക്കുകളായിട്ട് കണക്ട് ചെയ്യാൻ റൗട്ടർ വേണം. ആ റൗട്ടറിന്റെ ഏത് ഇന്റർഫേസ് ആണ് മറ്റ് നെറ്റ്വർക്കുകളായിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കുന്നത്? 192.168.1.1 അഥവാ E1 എന്ന് പറഞ്ഞ ഇന്റർഫേസ്. അപ്പൊ അതാണ് ഇവിടെ നമ്മൾ ഗേറ്റ് വേ അഡ്രസ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്. 192.168.1.1. ഇതേ സെയിം ഗേറ്റ് വേ ആണ് PC4നെയും മറ്റ് നെറ്റ്വർക്കുകളായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. നമ്മൾ സെറ്റ് ചെയ്തല്ലോ. ഈ ഡിഫോൾട്ട് ഗേറ്റ് വേയും നമ്മൾ സെറ്റ് ചെയ്യുന്നു. PC4ന് നമ്മൾ ഡിഫോൾട്ട് ഗേറ്റ് വേ സെറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അല്ലെ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? നമ്മൾ ആദ്യം ആ ഇൻഡിവിജ്വൽ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്തു അല്ലെ. ഒന്ന് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്തു. ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റിന്റെ നെറ്റ്വർക്ക് നമ്മൾ സെറ്റപ്പ് ചെയ്തു അല്ലെ. അതിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ ഒരു ബി ക്ലാസ് IP അഡ്രസ് കൊടുത്തു. ഓട്ടോമൊബൈലിലെ ഓരോ സിസ്റ്റത്തിനും യുണീക്ക് ആയിട്ടുള്ള ക്ലാസ് C IP അഡ്രസ് കൊടുത്തു അല്ലെ. അതിനുശേഷം അവര് സ്വിച്ച് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് അവ തമ്മിൽ നെറ്റ്വർക്കിലെ ഓരോ സിസ്റ്റവും തമ്മിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി അല്ലെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇന്റർ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി, അതായത് ഈ രണ്ട് ഇൻഡിപെൻഡന്റ് നെറ്റ്വർക്കിലെ സിസ്റ്റങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റൗട്ടർ നമ്മൾ സ്ഥാപിച്ചു അല്ലെ. ആ റൗട്ടറിന് രണ്ട് നെറ്റ്വർക്കുമായിട്ട് കണക്ഷൻ കൊടുത്തു അല്ലെ. അതിനുശേഷം റൗട്ടറിന്റെ ഓരോ ഇന്റർഫേസ് നമ്മൾ കോൺഫിഗർ ചെയ്തു അല്ലെ. കമ്പ്യൂട്ടർ സയൻസ് നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യുന്ന റൗട്ടറിന്റെ ഇന്റർഫേസ് അഥവാ E0 ഇന്റർഫേസിന് നമ്മൾ ഒരു IP അഡ്രസ് കൊടുത്തു അല്ലെ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ IP അഡ്രസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ക്ലാസ് B IP അഡ്രസ് തന്നെയാണ് അല്ലെ. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആണ് ആ E0 എന്ന് പറഞ്ഞ റൗട്ടറിന്റെ ഇന്റർഫേസിന് നമ്മൾ സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഓട്ടോമൊബൈൽ നെറ്റ്വർക്കിനെ ഇന്റർഫേസ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യുന്ന റൗട്ടറിന്റെ ഇന്റർഫേസിന് നമ്മൾ ആ നെറ്റ്വർക്കിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്, അതിന്റെ ഗേറ്റ് വേ അഡ്രസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു അല്ലെ. അപ്പൊ അതിനുശേഷം നമ്മൾ ഓരോ സിസ്റ്റത്തിലും നമ്മൾ ഡിഫോൾട്ട് ഗേറ്റ് വേ അഡ്രസ് നമ്മൾ സെറ്റ് ചെയ്തു അല്ലെ. ആ ഡിഫോൾട്ട് ഗേറ്റ് വേ അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? ആ റൗട്ടറിന്റെ ഏത് പെർട്ടിക്കുലർ ഇന്റർഫേസ് ആണോ ആ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യുന്നത് ആ ഇന്റർഫേസിന്റെ IP അഡ്രസ്. അതുപോലെ തന്നെ അടുത്ത നെറ്റ്വർക്കിലും, ഓട്ടോമൊബൈൽ നെറ്റ്വർക്കിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് നെറ്റ്വർക്കിലും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ. നമുക്ക് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ സുമേഷിന് രമേഷുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കാം നമുക്ക്. ഇനി എങ്ങനെ ചെയ്യാം? നമ്മൾ PC0 എടുക്കുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുന്നു, പിങ് കമാൻഡ് ടൈപ്പ് ചെയ്യുന്നു. പിങ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് നോക്കണം നിങ്ങൾ, PING പിങ്. അതുപോലെ രമേഷിന്റെ സിസ്റ്റത്തിന്റെ IP അഡ്രസ് എത്രയാണ്? 192.168.1.5. റിപ്ലൈ വരുന്ന കണ്ടോ നിങ്ങള്? റിപ്ലൈ വരുന്ന കണ്ടോ? അതിൽ ഫസ്റ്റ് റിക്വസ്റ്റ് ടൈം ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അത് എന്തുകൊണ്ടാണെന്നും ബാക്കി റിപ്ലൈ വരുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് കാണാം. രണ്ടാമത് നമ്മൾ പിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റിക്വസ്റ്റ് ടൈം ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കണേ. റിപ്ലൈ വരുന്നുണ്ടല്ലോ, പ്രശ്നമില്ലാണ്ട്. എല്ലാ
എല്ലാ പാക്കറ്റും കറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ടല്ലോ. 4 പാക്കറ്റാണ് വെച്ചത്, 4 കൊടുത്തിട്ടുണ്ട് അല്ലെ. ആദ്യത്തെ കേസിൽ മാത്രം നമ്മൾ ഒരു റിക്വസ്റ്റ് ടൈം ഔട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കി 3 പാക്കറ്റ് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്താണ്, എന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് സിമുലേഷൻ രീതിയിൽ നമുക്കൊന്നും കൂടെ വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പൊ ഇത്രയും നിങ്ങൾ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പോ 2 നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാന്നുള്ളതും ആ ഡിഫറെന്റ് നെറ്റ്വർക്ക് എങ്ങനെ റൗട്ടർ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് നമ്മൾ 2 നെറ്റ്വർക്കിനെ ഒരു റൗട്ടർ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ 2 ഇൻഡിപെൻഡന്റ് നെറ്റ്വർക്ക് നമ്മൾ സെറ്റപ്പ് ചെയ്തു. സാധാരണ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ സ്വിച്ച് യൂസ് ചെയ്തു, എന്റെ ഡിവൈസ് ആയിട്ട് PCs യൂസ് ചെയ്തു. ആ ഓരോ PCക്കും നമ്മൾ IP അഡ്രസ് കൊടുത്തു അല്ലെ. അപ്പൊ ആദ്യത്തെ കേസിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിനാണ് ഒരു നെറ്റ്വർക്ക് നമ്മൾ സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ ആ നെറ്റ്വർക്കിൽ നമ്മൾ കൊടുത്ത IP അഡ്രസ് എന്ന് പറയുന്നത് ക്ലാസ് B ക്ലാസ് IP അഡ്രസ് ആണ് അല്ലെ. 172.16.15.10, 9, 8 അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ നെറ്റ്വർക്കിലെ ഡിവൈസസിന്. അതിനുശേഷം നമ്മൾ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റിന്റെ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്തു അല്ലെ. അവിടെ നമ്മൾ സ്വിച്ച് യൂസ് ചെയ്തു, PCs യൂസ് ചെയ്തു അല്ലെ. ആ PCകൾക്ക് കൊടുത്ത IP അഡ്രസ് എന്ന് പറയുന്നത് ക്ലാസ് C ടൈപ്പ് IP അഡ്രസ് ആണ് അല്ലെ. അതിൽ നമ്മൾ 192.168.1.5, 1.6 തുടങ്ങിയ IP അഡ്രസ്, യൂണിക് ആയിട്ടുള്ള IP അഡ്രസ് ആ 2 സിസ്റ്റങ്ങൾക്കും നമ്മൾ കൊടുത്തു അല്ലെ. അതിനുശേഷം നമ്മൾ ഈ 2 ഇൻഡിപെൻഡന്റ് നെറ്റ്വർക്കുകളും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ 2 ഇൻഡിപെൻഡന്റ് നെറ്റ്വർക്കുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ റൗട്ടർ യൂസ് ചെയ്തു അല്ലെ. അപ്പൊ റൗട്ടറിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? റൗട്ടർ ജസ്റ്റ് അവിടെ പ്ലേസ് ചെയ്ത് ആ സ്വിച്ചിൽ നിന്ന് കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെ സ്ട്രൈറ്റ് ത്രൂ കേബിൾ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സ്ട്രൈറ്റ് ത്രൂ കേബിൾ യൂസ് ചെയ്തിട്ട് 2 ഇന്റർഫേസിലേക്കും റൗട്ടറിന്റെ ഒരു ഇന്റർഫേസിലേക്ക് ഒരു നെറ്റ്വർക്കിൽ നിന്ന് കണക്ഷൻ കൊടുത്തു, മറ്റേ ഇന്റർഫേസിലേക്ക് അടുത്ത നെറ്റ്വർക്കിൽ നിന്ന് കണക്ഷൻ കൊടുത്തു. ആ രീതിയിൽ നമ്മൾ റൗട്ടറിലെ കണക്ഷൻ നമ്മൾ സെറ്റ് ചെയ്തു അല്ലെ. അത്രമാത്രം ചെയ്താൽ പോരാ അല്ലെ, അതൊന്നും നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? റൗട്ടറിൽ കയറി റൗട്ടറിന്റെ ഓരോ ഇന്റർഫേസിനെയും നമ്മൾ കോൺഫിഗർ ചെയ്യുന്നുണ്ട് അല്ലെ. എങ്ങനെ കോൺഫിഗർ ചെയ്യുന്നത്? റൗട്ടറിന്റെ ഒരു ആദ്യത്തെ ഇന്റർഫേസ്, അതായത് കമ്പ്യൂട്ടർ സയൻസിന്റെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇന്റർഫേസിൽ നമ്മൾ ആ നെറ്റ്വർക്കിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് IP അഡ്രസ് ആയിട്ട് കൊടുത്തു അല്ലെ. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റിന്റെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇന്റർഫേസിന് ആ നെറ്റ്വർക്കിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് IP അഡ്രസ് ആയിട്ട് കൊടുത്തു അല്ലെ. അപ്പൊ അങ്ങനെ ഈ 2 ഇന്റർഫേസിന് നമ്മൾ IP അഡ്രസ് സെറ്റ് ചെയ്യുന്നു അല്ലെ. അതിനുശേഷം നമ്മൾ ഈ ഓരോ ഇൻഡിവിജ്വൽ നെറ്റ്വർക്കിലെ സിസ്റ്റത്തിനും അതിന്റെ ഡീഫോൾട്ട് ഗേറ്റ് വേ അഡ്രസ് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു അല്ലെ. ഡീഫോൾട്ട് ഗേറ്റ് വേ അഡ്രസ് എന്ന് പറയുന്നത് എന്താ? നമ്മളെ പർട്ടിക്കുലർ നെറ്റ്വർക്കിനെ റൗട്ടറിന്റെ ഏത് ഇന്റർഫേസ് വഴിയാണോ മറ്റു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ആ ഇന്റർഫേസിന്റെ IP അഡ്രസ്, അതാണ് നമ്മളെ ഡീഫോൾട്ട് ഗേറ്റ് വേ അഡ്രസ് എന്ന് പറയുന്നത്. ആ രീതിയിലാണ് നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ റൗട്ടറിന് നമ്മൾ കോൺഫിഗർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ് അല്ലെ, ഒരു ടെക്സ്റ്റ് ഫീൽഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട് അല്ലെ ഇതിൽ. പക്ഷെ മിക്കവാറും കേസുകളിൽ വലിയ പോർട്ടും മറ്റുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റൗട്ടറുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് നമ്മൾ കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ നമ്മൾ കമാൻഡ് പഠിച്ചിരിക്കണം. സിസ്കോ റൗട്ടർ ആണെങ്കിൽ സിസ്കോ കമാൻഡ്സ്, ഓരോ IP അഡ്രസ് സെറ്റ് ചെയ്യാൻ, റൗട്ടറിന് IP അഡ്രസ് സെറ്റ് ചെയ്യാനുള്ള കമാൻഡ്, ഇപ്പൊ റൗട്ടറിന്റെ ഓരോ ഇന്റർഫേസ് ഓൺ ആക്കാനുള്ള കമാൻഡ്, അങ്ങനെയുള്ള തുടങ്ങിയ കമാൻഡ് നമ്മൾ പഠിച്ചിരിക്കണം. ആ കാര്യങ്ങൾ നിങ്ങൾ ആ സമയത്ത് ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആകുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഈ റൗട്ടറിന്റെ നമ്മളിപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ, നമ്മൾ റിയൽ ടൈമിലാണ് നമ്മൾ കണ്ടത് അല്ലെ. ഇനി സിമുലേഷൻ മോഡിലും നമ്മൾ റൗട്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, റൗട്ടർ എങ്ങനെയാണ് ഓരോ പാക്കറ്റിനെയും ഫോർവേഡ് ചെയ്യുന്നത് എന്നും മറ്റും നമുക്ക് സിമുലേഷൻ മോഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ് ആദ്യത്തെ റിക്വസ്റ്റ് ടൈം ഔട്ട് ചെയ്തത്, എന്തുകൊണ്ടാണ് അതിന് തുടർന്ന് വരുന്ന റിക്വസ്റ്റുകളിലും പ്രോപ്പറായിട്ട് റൗട്ടർ റൗട്ട് ചെയ്തത് എന്നും മറ്റും നമുക്ക് സിമുലേഷൻ മോഡിൽ റൗട്ടറിന്റെ പ്രവർത്തനത്തെ കൂടുതലായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.